മുഹറം എന്ന മാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോഴും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിൽ മറ്റൊരു വിഭാഗമുണ്ട്. അവര് പറയുന്നത് മുഹറം മോശപ്പെട്ട മാസമാണ്, കുടി വീടിരിക്കൽ താമസം മാറാൻ പറ്റൂല, ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടില്ല, കല്യാണം നിശ്ചയിക്കാൻ പറ്റില്ല, വിവാഹങ്ങൾ നടത്താൻ പറ്റൂല. എന്താ കാരണം? നഹ്സിന്റെ മാസമാണത്രേ. എന്ത് നഹ്സ്? ശകുനമാണ്, മോശം സീസൺ. അതങ്ങനെ നമ്മൾ അവരുടെ മേൽ വെറുതെ പറഞ്ഞതല്ല. കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. കലണ്ടറിന്റെ മേലെക്കോളത്തിലും താഴെക്കോളത്തിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ അതിന്റെ കോപ്പികളുണ്ട്. ആ കലണ്ടറുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ മാസത്തിലും ഇന്ന ദിവസങ്ങൾ മോശം ദിവസമാണ്. അതിലേതൊക്കെയുണ്ട്? റമദാനിലെ 23, 24 ഒക്കെ നഹസിന്റെ ദിവസമാണ്. ആ കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ മലയാളക്കരയിലുള്ള ഒരു കലണ്ടറാണ്. റമദാനിലെ അവസാനത്തെ 10 23 നഹസാണ്. ദുൽഹിജ്ജ 10 നഹസിന്റെ ദിവസമാണ് കലണ്ടറിൽ. ദുൽഹിജ്ജ 10. മുഹറം മാസത്തിലെ 1 മുതൽ 10 ദിവസങ്ങൾ വരെ നഹസിന്റെ ദിവസമാണ്. യാതൊരു പുതിയ സംരംഭങ്ങളും തുടങ്ങാൻ പാടില്ലത്രേ. ഇത് വിശ്വസിച്ച് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. ഓഡിറ്റോറിയങ്ങളിലും മറ്റു കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ പറയും, എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഒരു 10 ദിവസം ലീവാണ്. അതെന്താ? അത് മുസ്ലിങ്ങൾക്ക് മുഹറം 10 വരെ പിന്നെ കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വിശ്വാസം എവിടുന്ന് വന്നതാണ്? ഷിയാക്കൾ കൊണ്ടുതന്നു തന്നു. എന്തേ ഷിയാക്കൾക്ക് ഇത്ര കാര്യം? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാമല്ലോ. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണത്രേ അവരുടെ ആ ദിവസങ്ങളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ മുറി വീണതുകൊണ്ട് അവരുടെ സ്വന്തം ശരീരത്തിൽ, ഇവിടെ ബാംഗ്ലൂരിലും മറ്റു പല പ്രദേശങ്ങളിലും ഒക്കെ പോയവർക്കറിയാം, സ്വന്തം ശരീരത്തിൽ ബ്ലേഡ് വെക്കുന്നു, മുഖത്തും ശരീരത്തിന്റെ പച്ചയായ ഭാഗങ്ങളിൽ ചോര വീഴ്ത്തുന്നു. എന്നിട്ട് യാ ഹുസൈൻ, യാ അലി, യാ ഫാത്തിമ ഉറക്കെ വിളിച്ച് കരയുന്ന, വാവിട്ട് കരയുന്ന ഷിയാക്കൾക്ക് അത് നഹസിന്റെ ദിവസമാണ്. അതേ ചിന്തകൾ കടന്നു വന്നു കേരളത്തിലേക്ക്. സുന്നിയെന്നോ സമസ്തയെന്നോ ഇസ്ലാം എന്നൊക്കെ പറയുന്നു. ഞാനൊരു പേര് പറഞ്ഞത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയായതുകൊണ്ട് അവരിലേക്കും അത് കടന്നു വന്നു. ആ വിശ്വാസം അതുപോലെ ഏറ്റെടുക്കേണ്ടി അവർക്കും വന്നു. ഖബർ പൂജ ഷിയാക്കൾ നടത്തുന്നു, അതേ പരിപാടി ഏറ്റെടുക്കേണ്ടി വന്നു. ആണ്ടും മുറൂസും ഒക്കെയായി നടക്കുന്നു ഷിയാക്കൾ. അതേ സംഭവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദീനിനെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, സ്വഹാബത്തിനെ പോലും ചീത്ത വിളിച്ച, തെറി വിളിച്ച ഷിയാക്കളുടെ പതിപ്പുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവർ പോലുമുണ്ട്. ഷിയാക്കളിൽ നിന്ന് സമ്മാനം നേടിയെടുത്ത മുസ്ലിം സമുദായത്തിലെ ചില പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ പച്ചയായ തെളിവാണ്. ഈ നഹ്സ് കൊണ്ട് നടക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അതേ ഉദ്ദേശമാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് എന്താന്ന് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളൂ. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ അദ്വ വലാ തീറ വലാ ഹാമ. ഇത് 3 കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കില്ല. ലാ അദ്വ, ഒരു രോഗം വരുന്നു. രോഗം വരുമ്പോ അയാൾ പറയുന്നത് അള്ള തന്ന രോഗമൊന്നുമല്ല, ഇത് ഞാൻ മഴ കൊണ്ടതുണ്ടായ രോഗമാണ്, ഇത് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായതാണ്, ഇത് അള്ള തന്ന രോഗമൊന്നുമല്ല, എന്റെ അശ്രദ്ധ കൊണ്ട് വന്നതാണ്. ഈ വിശ്വാസം ഞമ്മക്ക് പറ്റൂല. അദ്വ പാടില്ല. വലാ തീറ, പക്ഷികളെ അങ്ങ് പറപ്പിക്കുന്നു. വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് നല്ല ദിവസമാണ്, ഇടതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് മോശം ദിവസമാണ്, ഇന്ന് ഞാൻ കച്ചവടത്തിന് പോണില്ല. മുസ്ലിങ്ങൾക്ക് ഈ പരിപാടിയില്ല, പാടില്ല. വലാഹാമ, ഹാമത്തും മുസ്ലിങ്ങൾക്കില്ല. ഓരോ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാല് മയ്യത്തിന്റെ എല്ലുകളൊക്കെ പക്ഷികളായി രൂപപ്പെടും. എന്നിട്ട് പക്ഷികൾ ഇങ്ങനെ പറന്നു നടക്കും എന്ന വിശ്വാസം പണ്ട് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ അതില്ല. അതുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത വിശ്വാസം പിന്നെ എവിടേക്കാ വരിക? അത്വീറത്തു ശിർകുൻ, അത്വീറത്തു ശിർകുൻ, ബഹുദൈവ വിശ്വാസമാണ്. നഹ്സ് നോക്കൽ, ശകുനം നോക്കൽ, നല്ല ദിവസം ചീത്ത ദിവസം നോക്കലൊക്കെ നഹസിന്റെ പോലെയുള്ള തീറത്ത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് മനുഷ്യന്മാരാണ്, കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ആ കറുത്ത പൂച്ച മുമ്പ് കൂടെ പോയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. രാവിലെ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഫസ്റ്റ് ഒരു ചൂലാണ് കണ്ടത്, അതാണ് എന്റെ പ്രശ്നം ഉണ്ടായത്. ഞാൻ അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വിധവയായ പെണ്ണിനെയാണ് ഫസ്റ്റ് കണ്ടത്, അതുകൊണ്ടാണ് എന്റെ തന്ന ദിവസം മോശമായതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമല്ല, മാ കഫാറത്തു ദാലിക്, അങ്ങനെ തോന്നിയാൽ നബിയെ ഞങ്ങൾ എന്ത് കഫാറത്താണ്, പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത്? അയ്യഖൂല അഹദുഹും, അവരിങ്ങനെ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക.
അവരിഞ്ഞി പറയേണ്ട വാക്കതാണ്, അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നീ തന്ന ഖൈറല്ലാതെ മറ്റൊരു ഖൈറില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നീ നൽകിയിട്ടുള്ള ആ നിനക്കുള്ള ശകുനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നില്ല, വലാ ഇലാഹ ഖൈറുക, നീയല്ല അത് ഒരു ഇലാഹുമില്ല റബ്ബേ. ആ വാക്ക് പ്രായശ്ചിത്തമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നല്ലൊരു മാസത്തിനെ മോശമായി കാണുകയും അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ മാറ്റി. അതേപോലെ തന്നെ ദീനിലില്ലാത്ത 113 തവണ മുഹറം 1 അന്ന് ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ. ഖുർആനിൽ ഏതൊക്കെയോ സൂറത്തുകൾ പറഞ്ഞ് ഇത് 4000 പ്രാവശ്യം ഓതി, ഇത് 300 പ്രാവശ്യം ഓതി, ആ സൂറത്ത് 6000 പ്രാവശ്യം ഓതി. ഈ സൂറത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന 23 കൊല്ലത്തിനടക്ക് കിട്ടാത്ത ഏത് വഹിയാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട്, തൊള്ളയിൽ വായക്ക് തോന്നിയത് ഗോതക്ക് പാട്ടെന്ന് പറഞ്ഞ് കാണുന്നത് മുഴുവൻ ഇസ്ലാമാക്കി ഇവർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവിധ പിഴച്ച മോശപ്പെട്ട ഇസ്ലാം ഉൾക്കൊള്ളാത്ത അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി തൗഹീദിന്റെ യഥാർത്ഥ കരുത്തിലേക്ക്, ഈമാനിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു നമുക്ക് നമ്മുടെ സമൂഹത്തിനും അള്ളാഹു തആല ഹിദായത്ത് പ്രദാനം ചെയ്യുവാൻ.